മുസ്ലിം ജനവിഭാഗം കൂടുതലായിട്ടുള്ള ഒരു സ്ഥലത്ത് അവരുടെ മതാചാര പ്രകാരമുള്ള വ്യവസ്ഥകൾ സ്ഥാപനങ്ങളിൽ അതുപോലെ മറ്റിടങ്ങളിലൊക്കെ കൊണ്ടുവരുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യം ഇപ്പം വളരെ പ്രസക്തമായിട്ട് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഉയരുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മുതൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിന്റെ ഉടമസ്ഥന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ നവാസ് മുത്തു പറഞ്ഞിരിക്കുന്നത് ഈ പാലക്കാട്ടിലെ ഈ പുതുനഗരം എന്ന് പറയുന്ന സ്ഥലത്ത് മുഴുവൻ മുസ്ലിങ്ങളാണ് ഉള്ളത്. അപ്പം അവർ ചില ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ടായി, ഞങ്ങൾക്കും ജിമ്മിൽ വരണമെന്നുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള വിശ്വാസപ്രകാരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇത് ആരംഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. നിസ്സാരം, നിഷ്കളങ്കം, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നാളെ ഗൗതം പറയുന്നത് ഇത് തന്നെ. ഇപ്പോൾ ഹിന്ദുക്കൾ പറയാണ് ഞങ്ങൾ ഹിന്ദുക്കൾ കുറച്ച് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാവിലെ അവിടെ മറ്റേ ഹിന്ദു ഭക്തിഗാനവും അതുപോലെ വൈകുന്നേരം ഇതും വെച്ചിട്ട് ഒരു ഹിന്ദു ഫ്രണ്ട്ലി ക്ലബ്ബ് ഉണ്ടാക്കിയാൽ, നല്ല ഹെൽത്ത് ക്ലബ്ബ് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും എന്ന് ഇത് ആർക്കും ചെയ്യാം. കാരണം ഇത് നിയമം അങ്ങനെ പാടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് ഈ സമയത്ത് വന്നതിൻ്റെ പിന്നിൽ അത്ര നിഷ്കളങ്കമായിട്ടുള്ള കാര്യമാണെന്ന് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിശ്വസിച്ചോട്ടെ. ഞാനത് വിശ്വസിക്കാനൊന്നും തയ്യാറല്ല. കാരണം ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഞാനത് പറഞ്ഞിരുന്നു ഗൗതത്തോട്, ഇത് 3 മാസം കഴിയുമ്പോൾ ഈ പരിപാടിയൊക്കെ നിൽക്കും. ഇനിയിപ്പോൾ നാളെ നവാസ് മുത്ത് വന്നിട്ട് പറയാൻ ഞാൻ അങ്ങനെയല്ല. കാരണം ആദ്യം പറഞ്ഞിരുന്നത് വേറൊരു കാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് ഇത് വേറെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ മുസ്ലിം അല്ലാത്ത ആർക്കും വന്ന് ഈ ജിമ്മിൽ ചേരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇത് ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വേറെ ആർക്കും ചേരാമെന്നാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇനി ജിമ്മിൽ ഇറച്ചിക്കടകളിൽ ചില ആളുകൾ പറയുന്ന പോലെ ഇനി ടോയ്ലറ്റിലും എന്ത് ചെയ്യും, ഇസ്ലാമിക് ഫ്രണ്ട്ലി ടോയ്ലറ്റും അതുപോലെ എന്താണ് ക്രിസ്ത്യൻ ഫ്രണ്ട്ലി ടോയ്ലറ്റും മുസ്ലിം ഫ്രണ്ട്ലി മറ്റേ ഹിന്ദു ഫ്രണ്ട്ലി ടോയ്ലറ്റ്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് കഷ്ടപ്പെട്ടു. കാരണം പൊതു ശൗചാലയങ്ങളൊക്കെ നിർമ്മിക്കണമെങ്കിൽ ഇനി ഇങ്ങനെ നിർമ്മിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കേരളം ഒത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട വളരെ ലളിതമാണ്. അത് പണ്ട് ഹലാൽ ഫുഡ് വന്നപ്പോഴും ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഒരു RSSും സംഘപരിവാറിൻ്റെയൊക്കെ പദ്ധതി കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത് പോലെ എന്തിലേക്ക് വേണമെങ്കിലും ഇതുപോലെ മതാത്മകത കൊണ്ടുവന്ന് ചേർക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഈ കുറേ ആളുകൾ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് രാഷ്ട്രീയമാണ്. നവാസ് മുത്തുവിൻ്റെ വീഡിയോ ഞാൻ 2-3 തവണ കണ്ടതാണ്. ഈ വീഡിയോ അല്ല, ഇതിന് മുമ്പത്തെ വീഡിയോ. എനിക്ക് അതിൽ തന്നെ തോന്നിയത് വളരെ സന്തോഷവാനായ ആഹ്ലാദചിത്തനായിട്ടുള്ള ഒരുത്തൻ്റെ പ്രകടനമായിട്ടാണ് എനിക്കത് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്നും ആവർത്തിക്കുന്നു. അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് നിയമപരമായിട്ടുള്ളതാണ്. ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇനി വേണമെങ്കിൽ ഗൗതം എഴുതി വെച്ചോ, ഒരു 3 മാസം കഴിഞ്ഞ് ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനൊരു സാധ്യതയില്ല. അവരുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു വാർത്തയാവുക, ഇതൊരു നാഷണൽ വാർത്തയാവുക, ആ വാർത്തയിലൂടെ ചില ആളുകളെയൊക്കെ സഹായിക്കുക, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പം മലപ്പുറം പോലത്തെ ഒരു സ്ഥലത്ത് എന്താണ് ഇപ്പം നോമ്പ് സമയത്തൊക്കെ പല ഹിന്ദു കടകൾ പോലും മനഃപൂർവ്വം അടപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ. അതിലൊക്കെ കുറേയൊക്കെ ചില പരമാർത്ഥങ്ങളും ഉണ്ട്. കുറെ എവിടെയാണ് പരമാർത്ഥമുള്ളത്? ഒരു പരമാർത്ഥവും ഇല്ല. ഒരു പരമാർത്ഥവും ഇല്ല. ഇനി ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട്. ഞാൻ ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. വെറുതെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതുപോലെയുള്ള ഡയലോഗ് അടിക്കരുത്. അവിടെ കടകളും ഭൂരിഭാഗവും തുറക്കാറില്ല. അത് ഹിന്ദുക്കളുടെ കടകളും തുറക്കാറില്ല. തുറക്കാത്ത എന്തുകൊണ്ടാണ്? ആ സമയത്ത് കച്ചവടം കുറവാണ്, വേറെ സംഭവമൊന്നുമില്ല. അല്ല, അത്രേ ഉള്ളു. ഞാനിപ്പോ പോയപ്പോ പോലും ഞാൻ മലപ്പുറത്ത് നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോഴൊക്കെ തന്നെ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെന്നപ്പോ ഒരു 3 ഹോട്ടലെങ്കിലും അടച്ചിട്ടുണ്ട്. അപ്പൊ ആ ഹോട്ടലുകൾ അടച്ചിട്ട് ഒന്നാമത്തെ കാര്യം അവിടെയുള്ള 70% ഹോട്ടലുകളും ഇവര് തന്നെ നടത്തുന്നതാണ്. ഇനി വേറൊരു കാര്യം കൂടി കോത്തോളം, എറണാകുളത്തൊക്കെ ഉള്ള ഹോട്ടൽ പോലും മിക്കവാറും, ഈവൻ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ പോലും മിക്കവാറും നടത്തുന്നത് ഈ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളാണ്. കാരണം അവരാണ് ഇതുപോലെ ബുദ്ധിമുട്ടി പണിയെടുക്കാനൊക്കെ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് അവരാണ് കൂടുതൽ നടക്കുന്നത്. അതിന് തർക്കമൊന്നുമില്ല. അതിപ്പോ ബാംഗ്ലൂർ പോയാലും തലശ്ശേരി ആളുകളൊക്കെ തന്നെയാണ് നടക്കുന്നത്, അതിലൊന്നും തർക്കമില്ല. അപ്പൊ അവരത് ചെയ്യുന്നു. അതുകൊണ്ട് മഹാഭൂരിപക്ഷം അടഞ്ഞെടുക്കും. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇതിന്റെ പിന്നിലൊരു സൈക്കോളജി കൂടി ഉണ്ട്. ഇപ്പൊ ഈ എടപ്പള്ളിയിൽ ഒരു ഫുഡ് ഹബ്ബ് പോലെ ഒരു സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ തട്ടുകടയുണ്ട്. തൊട്ടപ്പുറത്ത് മറ്റേ താൽ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റേ ഏതോ മന്തിയോ ഏതോ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നാളെ ഒരു 2 കട അടച്ചിട്ടേക്കണെന്ന് വെച്ചോ, 3ാമത്തെ കടയിലേക്കൂടെ ആൾ വരില്ല. നമ്മൾ വിചാരിക്കുന്ന 2 കട അടച്ചിട്ട് ആ കടയിലെ ആളുകളോട് ഇങ്ങോട്ട് വരുമെന്നാണ്. അല്ല, അവരെന്ന് പറഞ്ഞ ഒരു ചോയ്സ് അവിടെ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ വരുന്നത്. അപ്പൊ അത്തരത്തിൽ ബിസിനസ്സിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ കട അടക്കണം എന്നൊന്നും പറയില്ല. ഇപ്പോഴത്തെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ശരി. ഇപ്പൊ കേരളത്തിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു മതേതര കൾച്ചറാണ്. എല്ലാവരും ഒരുമിച്ച് ഇടപഴകി അവിടെ മതവും മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ അങ്ങനത്തെ
കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ ഒരു സാധനം വരുന്നത് എന്ന് പറയുന്നതാണ് അവിടെ ഒരു കല്ലുകടി. അത്രേ ഉള്ളു പ്രശ്നം. അല്ലാതെ ഇതിൽ നിയമപരമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി വേറെ കാര്യം കൂടി പറയാം. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നേക്കണം. ഇപ്പൊ ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട്, ഞാൻ പറഞ്ഞ ഗൗതം പറഞ്ഞ ഇപ്പൊ കടകൾ അടക്കണോ എന്നൊക്കെ പറഞ്ഞു, തെറ്റാണ്. നോമ്പ് സമയമൊന്നും ആയിരിക്കും നമ്മളൊരു അവിടുത്തെ ഒരു സാധാരണ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ഈ മറ്റേ ഈ മതവും മറ്റേ രാവിലെ ഇതും ഈ യൂട്യൂബ് വീഡിയോ ഒന്നും കാണാത്ത ആളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. യൂട്യൂബൊക്കെയാണ് ഇത് മുഴുവൻ കുളവാക്കുന്നത്. ബാക്കിയുള്ള ആളുകളുടെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ അവരെടുത്ത് തരും. അവര് ഞങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുകയാണ്, നിങ്ങൾ വെള്ളം കുടിക്കണമെന്നൊന്നും പറയുന്നില്ല. വെറുതെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണിത്. പിന്നെ ഇതൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലവട്ടം പറഞ്ഞ പോലെ രാഷ്ട്രീയമായ അധികാരം നേടുന്നതിന് ജനങ്ങൾ ഇങ്ങനെ വിഭജിക്കുന്നുണ്ട്. അതിൽ അവർ ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞു. ഇപ്പൊ ജിമ്മും ഇനി അടുത്തത് മിക്കവാറും ഈ മറ്റേ ഓരോരോ ഫ്രണ്ട്ലി ടോയ്ലറ്റുകളും ഓരോ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വിജയിക്കും. അത് കൂടുതൽ വിഭജനത്തിലേക്കല്ലേ പോകുന്നത്? വിഭജനത്തിലേക്ക് ഒരു സംശയമില്ല, വിഭജനത്തിലേക്കാണ് പോകുന്നത്. വിഭജനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങള് ഇപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരാളെ എത്രമാത്രം മതേതരത്വവും സെക്യുലറിസവും ഇതൊക്കെ പഠിപ്പിക്കുന്നു, ഏതിന്റെ തോതാണ് ഒരാളിൽ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സാറേ. നിങ്ങളിൽ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത് മതേതരത്വവും സെക്യുലറിസവും ആണോ, അതിൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത് മതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണോ? 90% മതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഇൻജക്ട് ചെയ്യപ്പെടുകയും 9% മാത്രമാണ് സെക്യുലറിസം ഇൻജക്ട് ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും. അത് യാഥാർത്ഥ്യമാണ്. ഇത് ഇൻജക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ വളരെ വെളുത്ത സുന്ദരനായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക്, വളരെ വെളുത്ത സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു കറുത്ത വളരെ ബ്ലാക്ക് ആയിട്ടുള്ള ഒരുത്തൻ വന്ന് കല്യാണം കഴിച്ചാൽ നമുക്കൊരു അസ്വസ്ഥത തോന്നും. ഈ അസ്വസ്ഥത എന്താണ്? നമ്മുടെ ഉള്ളിൽ കളർ ഉള്ളത് കൊണ്ടാണ്. ഇത് പക്ഷെ ആരും അങ്ങോട്ട് സമ്മതിച്ചതല്ലാതുള്ള മാത്രമുള്ള യാഥാർത്ഥ്യം. മനസ്സിലായി? ഇപ്പൊ കഴിഞ്ഞ എനിക്കൊക്കെ ഇത് പണ്ട് മുതലേ അറിയാം. കാരണം എന്താ വെച്ചാൽ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ആളുകൾ സംസാരിക്കുമ്പോഴത്തേക്കൊന്നും ഞാൻ പുള്ളി ഇന്ന ജാതിക്കാരാണ്, എന്നിട്ട് ഞാൻ ആ വീട്ടിൽ പോയി, കാരണം നമുക്ക് ജാതി മതം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതാണ് ജാതി. അപ്പൊ മനസ്സിലായി? പണ്ട് സ്ത്രീകൾ, ഞാൻ അത്യാവശ്യം സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കുന്ന ഒരു ഫാമിലിയാന്ന് പറഞ്ഞാൽ അവനൊരു ഫ്രീഡം കൊടുക്കുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന്റെ പിന്നിലുള്ള കാര്യം ഇങ്ങനെ ഈ പറയുന്ന ഇനി വേറൊരു കാര്യം കൂടി എടുക്കുന്നത്, നമ്മൾ ഇപ്പൊ മദ്യം കഴിക്കരുതെന്നോ സിഗരറ്റ് വലിക്കണമെന്നോ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. ആരാ പഠിപ്പിക്കുന്നത്? മതത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കഴിക്കരുതെന്നും അതുപോലെ സിഗരറ്റ് വലിക്കരുതെന്നും പഠിപ്പിക്കുന്നുണ്ട്. മതത്തിൽ ഖുറാനിലൊക്കെ സിഗരറ്റ് ഈ മദ്യമൊക്കെ ഹറാമാണല്ലോ. മറ്റേ ഇതിലെ പള്ളിയിലും ക്രിസ്ത്യൻസും ഒക്കെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പള്ളിയിലുണ്ടാവില്ല. പക്ഷെ അവര് മദ്യത്തിനെതിരാണല്ലോ. മദ്യം വർജിക്കണമെന്നുള്ളതാണല്ലോ പള്ളിയിലെ അച്ഛന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ ഇവിടെയൊക്കെ മദ്യം ഉപയോഗിക്കുന്ന നമ്പർ കുറവാണോ? സിഗരറ്റ് വലിക്കാനായിട്ട് പോട്ടെ, സിഗരറ്റ് വലിക്കാൻ ആരെങ്കിലും ക്ലാസ് എടുക്കുന്നുണ്ടോ? ആളുകൾ എങ്ങനെ വലിയ തുടങ്ങുന്നു? മനുഷ്യന്റെ ഉള്ളിൽ നല്ല കാര്യങ്ങളോട് വലിയ താല്പര്യമില്ലായ്മയുണ്ട്. അതുകൊണ്ട് മതേതരത്വം പഠിപ്പിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം കുറെ കൂടി ഇടുങ്ങിയ ചിന്താഗതികളിലേക്കും തെറ്റായ കാര്യങ്ങളിലേക്കും വീണു പോകാനുള്ള ഒരു ഇൻക്ലിനേഷൻ നമുക്ക് അല്ലാതെ തന്നെ ഉണ്ട്. ആ ഇൻക്ലിനേഷന്റെ ഭാഗമായിട്ടാണ് കഞ്ചാവും മയക്കുമരുന്നും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ഉപയോഗങ്ങളും ഒരു ക്ലാസ് കൊടുക്കാതെ പഠിപ്പിക്കുന്നത്. സാറേ, മദ്യം കഴിക്കാതെ MDMA-യും കഞ്ചാവും അതുപോലുള്ള മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് നാട്ടിലുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? ഗൗതം ആലോചിച്ച് നോക്കണം. എങ്ങനെ സംഭവിക്കുന്നു? അവർ അതിന് വല്ല ക്ലാസ്സും ഉണ്ടാ, സെമിനാർ നടക്കുന്നുണ്ടാ? വരൂ നമുക്ക് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാന്ന് പറഞ്ഞ് സെമിനാർ നടക്കുന്നുണ്ട്? ഇല്ല. അപ്പൊ അത് അറിയാതെ തന്നെ വീണു പോകാനുള്ള എല്ലാ സംഗതികളും ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ മതത്തിലേക്കും മതപരമായ കാര്യങ്ങളിലേക്കൊക്കെ വീണു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മതേതരത്വം പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടും, മതേതരത്വം പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടും മതവറി പറയുന്നത് എളുപ്പവുമാണ്. സാറ് പറഞ്ഞു വരുന്നത് അപ്പം പ്രധാനപ്പെട്ട എൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്, സിസ്റ്റം എന്താണ് നമ്മുടെ ഗവൺമെന്റ് സംവിധാനം മതം പഠിപ്പിക്കുന്നതിന്റെ തോത് അല്ലെങ്കിൽ അത് സിസ്റ്റമാറ്റിക്കലി കുറച്ച് കൊണ്ടുവരണം എന്നാണോ? മതം ഇനി വേറെ അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഈ കേരളത്തിലെ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന, ഞാനൊരു കാര്യം ഗൗതത്തോട് സിമ്പിളായിട്ട് ചോദിക്കാം. ഒരു മതേതരത്വം മാത്രം പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്, വളരെ ശരിയായിട്ടുള്ള നന്മകൾ നിറയുന്ന ഒരു കാര്യമാണ് പറയുന്നത്. എത്ര പേര് കാണും? എത്ര പേര് കാണും? വെറുപ്പും നെഗറ്റീവുമാണ് ഇവിടെ വിറ്റുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ എവിടെ തടയുമെന്നൊക്കെ ചോദിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ?
ഇപ്പൊ നമ്മൾ പോലും ഇരുന്നിട്ട് ഏതെങ്കിലും ഒരാൾക്കെതിരെ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള വെറുപ്പ് പറഞ്ഞാൽ വീഡിയോ കയറി പോകുന്നൊരു കാര്യമാണ്. സത്യം ചിലപ്പോൾ വെറുപ്പായി മാറാം. സത്യം എങ്ങനെയാവുന്നത്? സത്യത്തിന്റെ ഒരു സൈഡ് മാത്രം പറയാൻ പാടില്ല. അല്ല, സത്യത്തിന്റെ ഇപ്പം സത്യം നമ്മൾ പറയുമ്പോൾ ചിലപ്പം മറ്റൊരാൾക്ക് എഗെയിൻസ്റ്റ് ആവാം, അതിൽ പക്ഷേ വെറുപ്പുണ്ട്. സത്യം ഇപ്പൊ തന്നെ താങ്കൾ പറഞ്ഞൊരു സത്യം താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ ചോദിക്കട്ടെ? കുഴപ്പമില്ലല്ലോ, വിട്ടേക്കണോട്ടെ ഇത്. താങ്കൾ പറഞ്ഞു ചില ആളുകൾ മറ്റേ അവിടെ കടയടപ്പിക്കാൻ വേണ്ടി പോലും പ്രേരിപ്പിക്കുന്നുണ്ട്. എവിടെ നിന്ന് കിട്ടി സത്യം? എന്താ ഇതിന്റെ പുറകിലുള്ള സത്യം? ഒരു സത്യമില്ല. പകരം എന്താ ഇവിടെയുള്ള വായി തോന്നിയ ആളുകളെ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ. അതായത് സത്യം ചിലപ്പോൾ അസത്യമാവാം, പക്ഷെ സത്യത്തിന് ചിലപ്പോൾ സത്യം അസത്യമാക്കിയ ആളുകൾക്ക് അവതരിപ്പിക്കാം. സത്യത്തിന് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു സത്യം പറയുന്നത് ഇറാനിൽ സംഭവിക്കുന്നത് വൃത്തികേടാണ്. അതിൽ പക്ഷേ ഇറാനെ അനുകൂലിക്കുന്നവർക്ക് നിങ്ങൾ പറയുന്നത് വെറുപ്പാ, നിങ്ങൾ അവർക്ക് എഗെയിൻസ്റ്റ് ആണ് പറയുന്നത്. ഒരു മിനിറ്റ് അതങ്ങനെ ആക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇറാനിൽ അവർ കാണിക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ പോലും ഞങ്ങള് ന്യായീകരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ അതേ മതക്കാരനായതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അതേ വിശ്വാസം പേറുന്നവനായതുകൊണ്ടെന്ന് പറയുന്ന തെറ്റായ രീതി അവരുടെ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞോട്ടെ, ഇപ്പൊ ഏറ്റവും വലിയ തമാശ എന്താ അറിയത്? ഇനി അടുത്തൊരു തമാശ പറയാം. ഇറാനിൽ ആരെയും ഇത് അനുഭവിക്കുന്നത്? സാധാരണ ജനങ്ങൾ. ആ ജനങ്ങൾക്കൊപ്പമല്ലേ ഇവിടെയുള്ള ആളുകൾ നിൽക്കേണ്ടത്? അപ്പൊ ഞാൻ വെറുപ്പ് പറയണെന്ന് കൊണ്ട് കാര്യം? അഭയ കൊലക്കേസ് ഉണ്ടായി, ആരുടെ ഒപ്പം നിൽക്കേണ്ടത്? അഭയുടെ ഒപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത്? നമ്മൾ എന്തിനാണ് അതിലെ ഹൈറാർക്കിയിലെ ഏറ്റവും മുകളിലുള്ള ബിഷപ്പിന്റെ ഒപ്പം നിൽക്കുന്നത്? ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അതെന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ ഈ പറയുന്ന ഏത് ബോധത്തിനും അതിന്റെ മുകളിലുള്ളവരുടെ ഒപ്പം നിൽക്കണമെന്ന് പറയുന്ന ബോധമാണ്. ഫ്രാങ്കോ മുളക്കലും വേറെ ആളുകളുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്ത്യനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരൊപ്പം നിൽക്കണം, പക്ഷെ നിൽക്കൂല. ആ നിൽക്കാത്തതിന്റെ പിന്നിലുള്ളത് സത്യമാണെന്നുള്ളത് ഇവരെന്താണ് നമ്മുടെ മതത്തെ തകർക്കാനാണെന്ന് ഇവർ പരിചയമെടുത്ത് പിടിക്കുന്നതുകൊണ്ടാണ്. ആ പിടിക്കുന്ന തന്ത്രം എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആ തന്ത്രത്തിലേക്ക് ആളുകൾ വീണു പോകുന്നതുകൊണ്ട് മാത്രമാണിത്. പിന്നെ ആ വീണു പോകുന്നതിന്റെ പിന്നിലുള്ള ആവശ്യം ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെ ഞങ്ങൾക്കും പിടിച്ചിരുത്തണം. പിന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഭരണത്തിലേക്ക് എത്താനായിട്ട് ഇവരെ ഞങ്ങളുടെ കൂടെ പിടിച്ചിരുത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇനി വേറൊരു കാര്യം ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. ആയത്തുള്ള അലി ഖൊമൈനിയും അതുപോലെയുള്ള ആളുകളും ഭരിച്ചിട്ട് അവിടെയുള്ള സാധാരണക്കാർക്ക് എന്ത് ഗുണമുണ്ടായി? ഞാൻ എന്റെ പണ്ട് മുതലേ ഒരു ചിന്തയാണ് സാറേ, അതിപ്പം വളരെ ശക്തിപ്പെട്ടിട്ട് കൂടുകയാണ്. എന്തിനാണ് മതം? ഈ മതത്തിന്റെ ആവശ്യം എന്താണ്? മനുഷ്യന് സാധാരണ നമുക്കൊക്കെ കാറ്റുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാം ഉണ്ട്. നന്നായിട്ട് ഈ മതം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മനുഷ്യൻ മരിച്ചു പോകും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്, മതത്തിനെ ആളുകൾ 18 വയസ്സ് കഴിഞ്ഞ് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടാകണം. ഒന്ന്. രണ്ടാമത്തത് മതമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഇവിടെ ആരംഭിക്കണം. അങ്ങനെ മതമില്ലാത്തൊരു കമ്മ്യൂണിറ്റിയെ വളർത്തിക്കൊണ്ടുവരണം. ഫിൻലൻഡിലൊക്കെ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പം അതല്ല സംഭവിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ആ ലെവലിലേക്കൊന്നും ഇനി ഇന്ത്യയോ കേരളമൊന്നും മാറാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ഉട്ടോപ്യൻ സ്വപ്നമാണ്. അതുകൊണ്ട് ആ സ്വപ്നങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. പകരം ഞാൻ വിചാരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, സാധാരണ ഒരു മതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ആ മതത്തിൻ്റെ ചര്യകളൊക്കെ അനുസരിച്ച് ജീവിച്ചു പോകുന്ന ആളുകളിൽ നമ്മൾ മറ്റൊരുത്തനോടുള്ള വെറുപ്പും അതുപോലെ മതത്തിനോടുള്ള റിജിഡിറ്റിയും കൂടുതലായി കുത്തിവെച്ചുകൊണ്ട് എന്ത് ചെയ്യല്ലേ, അവനെ ദ്രോഹിക്കല്ലേ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ വിഭാഗീയത കൂടുന്നത്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും അതിനിപ്പോൾ 20-25 കൊല്ലം മുമ്പ് ഇവിടെ പർദ്ദ ഷോപ്പുകൾ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ മലപ്പുറത്തേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇത്രയുള്ള കുഞ്ഞുങ്ങളടക്കം പർദ്ദ ഇട്ടുകൊണ്ട് വരികയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ മറ്റേ പർദ്ദയും അതുപോലെ തന്നെ ഇതുമൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്കൂളിൽ ഒരു കന്യാസ്ത്രീയുടെ നേരെ ഒരുത്തൻ ചെന്ന് ചൂടാവുകയും അത് വോയിസ് ക്ലിപ്പാക്കി പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്ത്. ഇത് മനഃപൂർവ്വമാണ് സാറേ. ഈ ദൈവം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് അത് ഒരു മതക്കാരനുമല്ല, ഒരു ജാതിക്കാരനുമല്ല. ഇത് ഹിന്ദുവും ചിന്തിക്കണം, ക്രിസ്ത്യാനിയും ചിന്തിക്കണം, ഇസ്ലാമും ചിന്തിക്കണം. അതൊക്കെ ഭയങ്കര തത്വം തന്നെയാണ്. എഴുതിയിട്ട് പിന്നെ പ്രസിദ്ധീകരിച്ചാൽ മതി. അല്ല, ഞാൻ ഇവിടെ ആർക്കും താല്പര്യം ഉണ്ടാവും. അല്ല സാറേ, അത് ഇങ്ങനെ ഒരു സംവിധാനത്തിന് മാത്രമേ കലാപമില്ലാത്ത, യുദ്ധമില്ലാത്തൊരു നല്ല അന്തരീക്ഷത്തിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. അല്ലെങ്കിലും ഇതൊരു കലാപമോ യുദ്ധമോ ഒന്നും ഇല്ലാത്ത അന്തരീക്ഷത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ മുസൽമാന്റെ ദൈവവും ക്രിസ്ത്യൻസിന് ക്രിസ്ത്യന്റെ ദൈവവും ഹിന്ദുവിന്റെ 33 കോടി ദൈവങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവിടെ കലാപമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും പക്ഷെ അവിടെയാണ് അതിന്റെ പ്രശ്നം. ഇതിന്റെ പ്രശ്നം ഒറ്റ കാര്യമുള്ളൂ, ഇതാണ്
വിഭജിച്ചുകൊണ്ട് കുറെ ആളുകളെ ഞങ്ങളുടെ കൂടെ നിർത്താൻ എന്ന് പൊളിറ്റിക്കലി വിചാരിക്കുമ്പോഴും രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ വിചാരിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് ബ്രിട്ടീഷുകാരും ചെയ്തിട്ടുണ്ട്. സാർ ഇവിടെ കൃത്യമായിട്ട് ഇതിനെ തടയിടേണ്ടത്, ഇത്തരം വിഭജനങ്ങളെ തടയിടേണ്ടത് ഇടതുപക്ഷമാണ്, ലെഫ്റ്റാണ്. അവര് പോലും പ്രീണിപ്പിക്കാൻ തയ്യാറായി. അവർക്ക് മാത്രമേ എന്റെ ഉത്തരവാദിത്തമുള്ളൂ, ബാക്കി ആർക്കും അല്ല. അവര് പോലും ഞാൻ പറഞ്ഞേ, അവര് പോലും അവര് പ്രീണിപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ പോലും യഥാർത്ഥത്തിൽ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള നരേറ്റീവുകളുടെ ഭാഗമാണ്. ഞാനടക്കം പറഞ്ഞിട്ടുള്ളതാണ്, അതൊക്കെ നരേറ്റീവുകളുടെ ഭാഗമാണ്. ആ പ്രീണനം അവര് നടത്തി എന്ന് പറഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ തകർക്കാനും ബാക്കിയുള്ള ആളുകളെ എന്ത് ചെയ്യാനും പറ്റുള്ളൂ. അവർ പ്രീണിപ്പിച്ചില്ല. അവരെന്താ പ്രീണിപ്പിച്ചു? ഒരു ഇൻസിഡന്റ് പറ, ഒരു കേസ് പറ. ഞാനടക്കമുള്ള ആളുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലും ഒരു വലിയ നരേറ്റീവിന്റെ ഭാഗമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ അവരെ ഏറ്റവും ആദ്യം പ്രീണിപ്പിച്ചു എന്ന് പറയുന്നത് എന്താ? അവര് BJP ഒപ്പം ചേർന്നു എന്നുള്ള പ്രചരണമാണ് ഇവിടെ കൊടുത്തത്. അതെന്തിനു വേണ്ടിയായിരുന്നു? വളരെ ലളിതമാണ്. ന്യൂനപക്ഷ വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്ത് അവർക്കെതിരായ വോട്ടാക്കി മാറ്റാൻ വേണ്ടി മാത്രമാണ്. ലളിതമാണ് കാര്യം. അതായത് ന്യൂനപക്ഷ വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇടത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രീണിപ്പിക്കലിന്റെ അടിസ്ഥാന ചോദ്യം. ന്യൂനപക്ഷ വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു കാലത്തും ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടില്ല. എങ്ങനെ കിട്ടുക? മുസ്ലിം ലീഗ് തൊട്ടപ്പുറത്തേക്കുമ്പോഴത്തേക്കും മറ്റേ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് LDF ജയിക്കണം. അതായത് താങ്കൾ പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളെ ഇടതിന് കിട്ടുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കാനും അതിൽ ഏതാനും കുറച്ച് പെർസെന്റേജ് വോട്ടുകൾ കിട്ടാനും ഒക്കെ അവർക്ക് സാധിച്ചിരുന്നു. ആ സാധിച്ചത് പോലും അവർ യഥാർത്ഥത്തിൽ അത് വേറൊരു ടോപ്പിക്കാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി നിർത്തിക്കൊണ്ടല്ല, സ്വതന്ത്രരായിട്ടുള്ള ആളുകളെ നിർത്തിക്കൊണ്ടാണ്. KT ജലീലിനെ പോലെ, V അബ്ദുറഹ്മാനെ പോലെ, അതുപോലെ നമ്മുടെ PV അൻവറിനെ പോലെയുള്ള ആളുകളെ നിർത്തിക്കൊണ്ടാണ്. അപ്പോഴും അവിടെ CPM-ന്റെ കൃത്യമായിട്ട് ഒരു അരിവാൾ ചുറ്റിക്ക് വെച്ചുകൊണ്ട് അവർക്ക് വോട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുമ്പോഴാണ് പാവപ്പെട്ട ജനത എന്നും ബുദ്ധിമുട്ടി കഴിയുകയും അവന്റെ മതം മാത്രമാണ് വലിയ പ്രശ്നമെന്ന് അവനെ പറഞ്ഞ് പഠിപ്പിക്കുകയും അതുവഴി ആ മതപരമായിട്ടുള്ള വോട്ടുകൾ എന്ത് ചെയ്യും ഒരുമിച്ച് കിട്ടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ രാഷ്ട്രീയം നടക്കുന്നത്. അത് തരാതരം പോലെ എല്ലാവരും ഉപയോഗിക്കുന്നു. ഇനി സാർ, ഏതെങ്കിലും കള്ളിയിൽ ഒതുങ്ങുന്ന മതമില്ലാത്തൊരു സമൂഹം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അല്ല, അതൊക്കെ ഗൗതത്തിന് വേണ്ടി സ്വപ്നം കണ്ടോളൂ, ഞാൻ പോട്ടെ. കാരണം സ്വപ്നമാണ്, അത് സ്വപ്നമാണ്, വെറും സ്വപ്നം. അതൊക്കെ പെട്ടെന്നൊന്നും നടക്കാത്ത, വളരെ വിദൂരമായി പോലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്വപ്നമാണ്. കാരണം കാലം അത്ര അകലെയാണ്. യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ മതമൊന്നും പ്രസക്തമല്ലാത്ത, ജാതി പ്രസക്തമല്ലാത്ത, ദൈവങ്ങൾ പോലും പ്രസക്തമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരുന്നു. അത് ഇടതുപക്ഷ ശക്തി ഉണ്ടായിരുന്നപ്പോഴാണ്. നമ്മള് വെള്ളത്തിന് മതമില്ല, നമ്മൾ ശ്വസിക്കുന്ന ഈ ബ്രീത്തിന് മതമില്ല, ഇങ്ങനെയുള്ള എന്തൊക്കെ സാധനങ്ങൾക്ക്, ഏറ്റവും അമൂല്യമായിട്ടുള്ള സാധനങ്ങൾക്കൊന്നും മതമില്ല. ഗൗതം പറയുമ്പോൾ എനിക്ക് ചിരിയാണ് പറ്റുന്നത്. ഗൗതം മനുഷ്യനും മതമില്ല. ഗൗതം എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ എന്താണ് മതം ഉണ്ടാകുന്നത്? പക്ഷെ നമ്മൾ മനുഷ്യനാണെന്ന് ചിന്തിക്കാൻ മറന്നു. ഒരു മിനിറ്റ്, മനുഷ്യൻ എന്താണ്? മനുഷ്യൻ ഉണ്ടാക്കിയതാണ് മതങ്ങളാ സാറേ. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യനാണെന്ന് ചിന്തിക്കാൻ മറന്നു പോകുന്ന സാധനം. ഞാനൊരു ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഞാനൊരു മുസൽമാനാണ്, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും മതക്കാരനാണ്, അല്ലെങ്കിൽ ഇന്ന ജാതിക്കാരനാണെന്ന് പറയുന്ന ഐഡന്റിറ്റിയിൽ പെട്ട് കുടുങ്ങിപ്പോയിരിക്കുകയാണ് മനുഷ്യൻ. ഈ ഏറ്റവും വലിയ തമാശ, ഗൗതം ഈ പറയുന്ന പോലെ വെള്ളത്തിന് മതമില്ല, മറ്റേ കാറ്റിന് മതമില്ല, ശ്വാസത്തിന് മതമില്ല, ചോരയ്ക്ക് മതമില്ല, വെളിച്ചത്തിന് മതമില്ല എന്നൊക്കെയുള്ള ഡയലോഗൊന്നും വേണ്ട. മനുഷ്യന് യഥാർത്ഥത്തിൽ മതം ഉണ്ടായിരുന്നില്ല. പിന്നെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് മതം. ആ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ നിസ്സഹായതകളിൽ, അവന്റെ വിഹുലതകളിൽ അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അവൻ തന്നെ കണ്ടെത്തിയ ഒരു കാര്യമാണ് ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം. അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ളതിനൊക്കെ എന്തുണ്ടാവുമോ? പട്ടിക്കും പൂച്ചക്കോ അല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ പോലെ പുലിക്കോ ഒക്കെ മതം ഉണ്ടാവോ? ഇല്ല. കാരണം വെച്ചാൽ മനുഷ്യന് മാത്രമേ ഇത്തരത്തിലുള്ള വേർതിരിവും മതവും അവൻ ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം അങ്ങോട്ട് മനസ്സിലാക്കിയ പ്രശ്നം തീരും. നമ്മൾ മനുഷ്യനാവുക എന്ന് പറയുന്നത് ഒരു അതിലേക്ക് ഉണരുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. മനുഷ്യനാവുക എന്നുള്ളത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ മാത്രമായി ഇവിടെ നിലനിൽക്കുക എന്നൊക്കെയുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പൊ നമ്മൾ ശരിക്കും അത് തന്നെ, ആ ആഹ്വാനം തന്നെയാണ് മുമ്പോട്ട് വെക്കേണ്ടത്, മനുഷ്യനാവുക. ആ ആഹ്വാനം മുന്നോട്ട് വെക്കുന്നതിന്റെ ഒപ്പം നമ്മൾ എന്തും കൂടി പറയണോ മാത്രം. നമ്മുടെ മതവും ജാതിയും ഏതാണെന്ന് കൂടി പറഞ്ഞാൽ ആളുകൾക്ക് എതിർക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്താണെന്നറിയോ? പേരാണ്. പേരിൽ പോലും ഈ ജാതിയും മതവും കൃത്യമായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് അവരുടെ വിജയം. മനസ്സിലായി? അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ടാണ് നമ്മൾ രാമൻ എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വേറൊരു മതക്കാരനും ജാതിക്കാരനും ആയിരിക്കുമെന്ന്
മനസ്സിലായത്. ഇനി അതിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഗൗതത്തിന് പറഞ്ഞ ചില ഗൗതം ഞെട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജാതികളിൽ പേരുണ്ടായിരുന്നു. ഉം. ഉം. മനസ്സിലായി. ഇപ്പൊ കോരൻ അല്ലെങ്കിൽ കിട്ട ഇതുപോലെയുള്ള പല പേരുകളും ഉണ്ടായിരുന്നു. അതൊരിക്കലും കുറച്ചുകൂടി മുതിർന്ന എന്നൊക്കെ നമ്മൾ പറയുന്നത് തെറ്റാണ്. അപ്പർ ക്ലാസ് അവർ ജാതിക്കാർ ഇടാറില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പേരുകൾ പോലും വെച്ച ആളുകളെ തിരിച്ചറിയും. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെ എന്ന് പറയുന്നത് കേവലം ഐഡന്റിറ്റികളാണ് സാറേ. ഈ കേവലം ഐഡന്റിറ്റിയിൽ ഒതുങ്ങി പോകുന്നതാണ് പ്രശ്നം. ആ കേവലം ഐഡന്റിറ്റിയാണ് ഈ മതം എന്ന് പറയുന്ന സാധനം. കേവലമായ ഐഡന്റിറ്റികൾക്കകത്ത് നിങ്ങളെ തിളച്ചിട്ടാലല്ലേ നിങ്ങളൊരു വിഭാഗത്തിന്റെ ആളായി മാറുള്ളൂ. അല്ലാതെ നിങ്ങളെ മനുഷ്യനായി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള 800 കോടി ആളുകളും മനുഷ്യനായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇറാനിൽ നടക്കുന്നതിന് എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കും? അപ്പൊ നിങ്ങൾ പലസ്തീൻ നടക്കുന്നതിന് എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കും? ശരിയല്ലേ? അവിടെ മക്സ ആമിനി എന്ന് പറയുന്ന ഒരു കുട്ടിയെ കൊന്നു കളയുമ്പോഴത്തേക്കും മനുഷ്യൻ മാത്രമാണെങ്കിൽ നമുക്കൊരു സങ്കടം തോന്നും. മറ്റേ നമുക്ക് സങ്കടം തോന്നാത്ത മനുഷ്യൻ മാത്രമല്ലാത്തതുകൊണ്ടാണ്. ഫൈൻ, അത് നമ്മുടെ ഭരണകൂടമാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കും. അതാണ് അതിന്റെ കാര്യം. ലളിതമാണ്. ഇപ്പൊ TG ഇരുന്നിട്ട് മറ്റേ ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന കുട്ടികൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് സങ്കടപ്പെടുമെന്ന് പറയാൻ കഴിയുന്നത് പുള്ളി വിചാരിക്കുന്നത് അവര് മനുഷ്യരാണ് പുള്ളിയും അവര് മനുഷ്യരാണെന്ന് വിചാരിച്ച പ്രശ്നം തീരും. മനുഷ്യരാണ്. അപ്പൊ അതിനും അപ്പുറത്തുള്ള ഐഡന്റിറ്റികൾ ബിൽഡ് ചെയ്താണ്. ആ ബിൽഡ് ചെയ്തതിന്റെ മുന്നിൽ മനുഷ്യനെ മണ്ടരാക്കാനുള്ള ടെക്നിക്ക് ഉണ്ട്. എന്നിട്ട് നമ്മളോട് തന്നെ അവർ പറഞ്ഞുതരും, നിങ്ങളൊക്കെ ഭയങ്കര പ്രബുദ്ധരാണ്, നിങ്ങളൊന്നും ഒരാൾക്കും പറ്റിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം വിജയകരമായിട്ട് അത് മുമ്പോട്ട് പോകുമ്പോൾ കുറെ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ജിമ്മ് തുടങ്ങാനുള്ള ഒരു ആവേശമാണ് പലർക്കും ഇത് ജനിപ്പിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ജനിപ്പിക്കും. അത് പക്ഷെ തുടങ്ങുന്ന ആളുകളിലൊക്കെ ഫണ്ട് പരിശോധിച്ചാൽ മതി. ഇത് വിജയകരമൊന്നും ആവില്ല. അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് വിജയകരമാവില്ല. പുറത്തുനിന്ന് വേറെ ഫണ്ട് വരുമായിരിക്കും. ശരി.